ഇതിൽ നേരത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞ് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം നാദാപുരം മേഖലയിൽ അടക്കം മൊത്തം സ്റ്റേറ്റിൽ തന്നെ നടന്ന് സമാനതകളില്ലാത്ത വികസനവും നടന്നെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ MLA വിശദീകരിക്കുമ്പം 2000-ൻ്റെ മേലെ വികസന നേട്ടങ്ങൾ പുറത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു വികസന നേട്ടങ്ങളെല്ലാം നടന്നിട്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും ഈ വടകര താലൂക്കിലെല്ലാം സ്ഥിരം തട്ടകങ്ങളിൽ തോൽവി സംഭവിച്ചതിനെ കുറിച്ചൊരു ആലോചനയും ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. തീർച്ചയായും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. 2010 ഭീകരമായ തോൽവി, ഇതിനേക്കാൾ ഇരട്ടിയത്. അതിനതിജീവിച്ചാണ് പിന്നീട് വന്നത്. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ശേഷം പിന്നെ 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഉമ്മൻചാണ്ടി വന്നിട്ടുണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 3 തെരഞ്ഞെടുപ്പ് നോക്കിയാലും വലിയ പരാജയമാണ് കേരളത്തിൽ LDF-നുണ്ടായത്. അതെല്ലാം അതിജീവിച്ചാണ്. കഴിഞ്ഞ തവണ എല്ലാ സീറ്റും 2 സീറ്റ് വെച്ച് ബാക്കി പറയാൻ കിട്ടിയത് UDF-നാണ്. പക്ഷേ ആദ്യത്തെ 99-99ലേക്കാണ് LDF ഗവൺമെന്റ് കേരളത്തിലെ വന്നത്. കേരളത്തിൽ ജനം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഗവൺമെന്റ് നിശ്ചയമായും മൂന്നാമത് ഭരണം ഈ LDF ഗവൺമെന്റ് തുടർച്ചയായ ഭരണം ഉണ്ടാകുമെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിപ്പം ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങളുടെ വികാരം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ വീട് സന്ദർശനം നടത്തിയിട്ടുണ്ട്. മുഴുവൻ വീടും കയറിയെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ CPM കുറച്ചുകൂടി വീട് അധികം കഴിയുള്ളൂ. ഓരോ പാർട്ടിയുടെ കഴിവിനനുസരിച്ചൊക്കെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് യാതൊരു പരാജയത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. ചിലപ്പോൾ അത് സ്ഥാനാർത്ഥിയുടെ ഘടകമായിരിക്കാം, പ്രാദേശിക പ്രശ്നങ്ങളായിരിക്കാം, സ്ഥാനാർത്ഥിയുടെ കഴിവായിരിക്കാം, പല കാരണങ്ങളായിരിക്കും. ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരിച്ചു വോട്ടിയുന്ന സമീപനത്തിൻ്റെ ഭാഗമായല്ല. സ്വാഭാവിക ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള കണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് വിധിയായി ആണ് കാണുന്നത്. കേരളത്തിൽ LDF ഗവൺമെന്റിനെതിരായോ LDF-നെതിരായോ ഒരു ജനവിധിയായി അല്ല കാണുന്നത്. പക്ഷേ ജനങ്ങൾ തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ മത്സരത്തിന് ഗ്രാമപഞ്ചായത്തുകളും നഷ്ടപ്പെട്ട വസ്തുതയുണ്ട്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ അവരെ സമീപിച്ചപ്പോൾ അവരോട് ഫ്രീ ആയിട്ട് അവർക്ക് പറയാനുള്ള എല്ലാ അവസരവും കൊടുത്തുകൊണ്ട് സംസാരിക്കും. ഗവൺമെന്റ് തുടരണമെന്ന കാഴ്ചപ്പാടാണ് അത്തരം വീടുകളിലൊക്കെ തന്നെ നമ്മൾ സജീവമായ LDF-നെല്ലാവരും പോകും. സമൂഹത്തിലാകെ അക്കാര്യത്തിൽ കൈരാത്ത പ്രശ്നം വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിന് മറികടന്ന് പോകാൻ കേരളത്തിലെ ഗവൺമെന്റ് കഴിയും. നേരത്തെ പരാജയം ഉണ്ടായപ്പോൾ ഇതേ അനുഭവമുണ്ടായി. 91 അതിനുശേഷം പിന്നെ വന്നപ്പോൾ 99ലേക്ക് പോവുകയാണ് ചെയ്തത് എന്നതാണ് കേരളത്തിൻ്റെ അനുഭവം നമ്മൾ